ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന കുറുവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകും. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ അങ്ങയിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങേ ആരാധിച്ച് അവിടുത്തെ വചനം അവിടുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹീത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുന്നതുമായിരിക്കാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയജനത്തോടും അടിയനോടും ഒന്നതുപോലെ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവിടുത്തെ ആശ്വാസത്തിന് അനുഭവങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരണമേ. അവിടുത്തെ കൃപ നൽകി നല്ല ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തെ നേർപാതയിലൂടെ നയിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പരിശുദ്ധ ആരാധനയിലൂടെ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകം അതിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ പലവിധമായിരിക്കുന്ന പ്രശ്ന സങ്കീർണമായ ജീവിതങ്ങളെ നാം അഭിമുഖീകരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിരാശയുടെ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ലോകക്രമത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്, ഏറ്റവും അത്യാവശ്യമായ ഒരു അനുഭവമാണ്. പുതുവർഷ ചിന്തകളിലൂടെയാണ് ഈ നാളുകളിലെ ആരാധനകളെ നാം നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പുതുവർഷ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ലോക ജീവിതം പലവിധമായിരിക്കുന്ന നിരാശകളും കണ്ണുനീരിന്റെ അനുഭവങ്ങളും അശുദ്ധിയുടെ അനുഭവങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ജനത ഈ നാളുകളിൽ അത്യാവശ്യമായിരിക്കുകയാണ്. ലോകത്തിന്റെ കളങ്കങ്ങളിൽ നിന്നും മാറി ഒരു വിശുദ്ധീകരണത്തിലൂടെ തങ്ങളുടെ ജീവിതങ്ങളെ നയിച്ച് ദൈവസന്നിധിയിൽ എത്തുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകരണീയമായ ഒരു ജീവിത അനുഭവം. അശുദ്ധമായതിൽ നിന്നും വേർപെട്ടിരിക്കുകയും ദൈവ മുൻപാകെ സമർപ്പിതവുമായ ഒരു ജീവിതമായിരിക്കണം ക്രിസ്തീയ ജീവിതമെന്നാണ് ദൈവ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധിയിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാനും ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനും കഴിയും. ഇന്ന് അശുദ്ധിയുടെയും തിന്മകളുടെയും നിരന്തരമായ സമ്പർക്കം നമ്മുടെ ജീവിതങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് എങ്ങനെ നയിക്കുവാനായിട്ട് കഴിയും. ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട്
ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനവും വിശുദ്ധിയിൽ വളരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം വിശുദ്ധിയിൽ വളരുവാനാണ് ഒരു ആരാധന സമൂഹമായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമ ഉള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ ആർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മോശയുടെയും ദൈവജനത്തിന്റെയും ഒരു സ്തോത്രഗീതമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ കുറിച്ച് പറയുന്നത് വിശുദ്ധിയിൽ മഹിമ ഉള്ള ഒരു ദൈവം, സ്തുതികളിൽ വസിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ, ആ ദൈവത്തെ നാം മഹത്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ വിശുദ്ധി ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, യഹോവയെ പോലെ വിശുദ്ധനായി ആരും ഇല്ല എന്ന് ദൈവവചനം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തെ പോലെ വിശുദ്ധനായി മറ്റാരെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ ദൈവം വിശുദ്ധനും യഥാർത്ഥ ദൈവവുമാകയാൽ അവന്റെ ബുദ്ധി അപ്രമേയമെന്ന് യെശയ്യാ പ്രവാചകനും വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവനും വിശുദ്ധനുമാകുന്നുവെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവജനമാകുന്ന ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-ന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എനിക്ക് പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകുന്നു എന്നുള്ളതത്രേ. അപ്പോൾ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ജനവും വിശുദ്ധിയിൽ വസിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധ ജനമായി ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വീകരിക്കുക, ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നാം എല്ലാവരും ചിന്തിക്കേണ്ടതായ ഒരു ഭാഗമാണ്. നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഞാൻ ഇന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ഇന്ന് വിശുദ്ധി എന്ന് പറയുന്നത് ആ ഒരു ജീവിത അവസ്ഥ, നമുക്കതിനെ എപ്രകാരം അതിന്റെ അർത്ഥം വ്യക്തമാക്കുവാനായിട്ട് കഴിയും? വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ദൈവ പൈതൽ എത്തിച്ചേർന്ന സ്ഥലമല്ല, ഒരു ദൈവ പൈതൽ എത്തുവാൻ കൊതിക്കുന്ന സ്ഥലമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്കുള്ള ഒരു പ്രയാണമാണ്. നമ്മുടെ ജീവിതം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു തീർത്ഥാടനമാണ്. നാം ഇന്ന് ആയിരിക്കുന്ന ജീവിതാവസ്ഥയെക്കുറിച്ച് ഒരു വിശുദ്ധ ജീവിതമെന്ന് നമുക്ക് ആർക്കും പറയുവാനായിട്ട് കഴിയുന്നതല്ല. നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പൗലോസ് തന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു, അതേ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാപികളിൽ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം എപ്രകാരമാണ്?
ഇവിടെ പൗലോസ് വീണ്ടും പറയുന്നു, ഒന്നും ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറന്നും മുന്നിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധിയിലേക്കുള്ള ഒരു ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. നാം ഇന്നായിരിക്കുന്ന നമ്മുടെ ജീവിത അവസ്ഥയിൽ നിന്നും നമ്മെ കളങ്കപ്പെടുത്തുന്ന, നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെ മറന്നുകൊണ്ട് മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് ആ കർത്താവായ യേശുവിനെ ഒന്ന് പിടിക്കുവാനായിട്ട് കഴിയുമോ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ നാം ഇന്ന് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓട്ടമാണ് വിശുദ്ധ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് അലക്ഷ്യ മനോഭാവത്തോടുകൂടെ ഉള്ള ഒരു ജീവിതയാത്രയല്ല. പിന്നെയോ ദൈവാശ്രയത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധരായി ജീവിക്കുവാൻ നാം ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് അല്പമായി ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നമുക്ക് ഒരു വിശുദ്ധിയിലേക്ക് നമ്മുടെ ജീവിതം നാം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ നാം വിശുദ്ധരായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ബന്ധങ്ങളിൽ നാം ഒരു വിശുദ്ധിയുടെ പരിവേഷം ഈ നാളുകളിൽ അണിയേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഊന്നുവടിയാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ബന്ധങ്ങൾ സ്ഥാപിച്ച് നിലനിർത്തേണ്ടത് എല്ലാ ജീവജാലങ്ങളുടെയും, പ്രത്യേകിച്ച് മനുഷ്യന്റെയും ധർമ്മമാണ്, ആവശ്യമാണ് എന്ന് നാം ഈ നാളുകളിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് മൂന്ന് തരത്തിൽ നമുക്കതിനെ വിവക്ഷിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്, തന്നോട് തന്നെയുള്ള ബന്ധത്തിൽ നാം ഒരു വിശുദ്ധീകരണത്തിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, മറ്റുള്ളവരുമായുള്ള നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ ഒരു വിശുദ്ധീകരണത്തിന്റെ ആവശ്യം ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നു. മൂന്നാമത്, ദൈവവുമായുള്ള ഒരു ബന്ധത്തിലും ഈ വിശുദ്ധീകരണം ഈ നാളുകളിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇന്ന് സമൂഹ ജീവിയാണ്. അവൻ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ബന്ധങ്ങളാണ് മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്. അത് ഭാര്യ ഭർത്തൃ ബന്ധമായാലും, മക്കൾ മാതാപിതാക്കൾ ബന്ധമായാലും, സാഹോദര്യ ബന്ധങ്ങളായാലും, സാമൂഹിക ബന്ധങ്ങളായാലും, ഈ ബന്ധങ്ങളാണ് മനുഷ്യ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ മുൻപോട്ട് നയിക്കുവാനുള്ള ആത്മീയ ബലം നൽകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ബന്ധങ്ങളെല്ലാം വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി വിശുദ്ധ ബന്ധങ്ങളുമുണ്ട്, അവിശുദ്ധമായ ബന്ധങ്ങളുമുണ്ട്. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ യോജിച്ചു പോകുന്ന ഒരനുഭവമല്ല. ഒന്നുകിൽ നാം വിശുദ്ധീകരണത്തിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയും നമ്മുടെ ബന്ധങ്ങൾ വിശുദ്ധവും പരിപാവനവുമായി നാം കാണേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നാം ഈ ലോകത്തിന്റെ പിന്നാലെ കളങ്കിത ജീവിത അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങൾ കൈവിട്ടു പോകുന്നതായ അനുഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, ബന്ധങ്ങളിൽ നാം വിശുദ്ധരായിരിക്കുക. അവിടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിശുദ്ധീകരിക്കുവാനായിട്ട് കഴിയും. ഇത് നാം പാഠമായി വായിച്ച ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ബന്ധങ്ങൾ 3 വിധത്തിലാണ് ശക്തിപ്പെടുന്നത്. ഒന്നാമത്, എനിക്ക് എന്നോടുള്ള ബന്ധത്തെ
ഒരു വിശുദ്ധീകരണത്തിലൂടെ ഞാൻ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും എനിക്ക് എന്നെ എത്ര വിശ്വാസമുണ്ട്, എൻ്റെ ജീവിത ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടോ, എൻ്റെ ജീവിതം ഇന്ന് എപ്രകാരമാണ് വിലയിരുത്തപ്പെടുന്നത്? ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. ദൈവം തന്റെ സ്വന്തം കൈയാൽ മെനഞ്ഞ് ദൈവത്തിന്റെ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹമാക്കി നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന് നമ്മിൽ വസിക്കുവാനാണ്. അപ്പോൾ ദൈവം നമ്മിൽ വസിക്കുമ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ എന്നെ നയിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ കളങ്കിതമായ അനുഭവങ്ങൾ, ദുർനടപ്പുകൾ, പലവിധമായിരിക്കുന്ന മൂല്യച്യുതികൾ, ഇതെല്ലാം രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന അനേകരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ എന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിലും നമ്മുടെ മറ്റ് ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, നാമും മറ്റുള്ളവരുമായുള്ള ബന്ധം വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ നയിക്കണം. അത് ഒന്നാമത് ഭാര്യ ഭർത്തൃ ജീവിതം തന്നെയാണ് ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായ ബന്ധം. അവിടെ കളങ്കരഹിതമായ ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവം ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നു. രണ്ടാമത്, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധം ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെയും ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമായിരിക്കുന്നു. അത് മാതാപിതാക്കളായാലും മക്കളായാലും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പരിപാവനത നാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹീതമായ അനുഭവങ്ങൾ തന്നെയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളിലും ഈ വിശുദ്ധി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? സാഹോദര്യ ബന്ധങ്ങളിൽ ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. സ്വാർത്ഥതയുടെ അനുഭവങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളിൽ ഒരു വിശുദ്ധീകരണത്തിലൂടെ നാം നമ്മുടെ ജീവിതങ്ങളെ നയിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സഹവിശ്വാസികളോടുള്ള നമ്മുടെ ബന്ധവും അത് വിശുദ്ധമായിരിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും അതേ വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ ബന്ധങ്ങളെ കളങ്കിതമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് നയിക്കുന്നവരാണ്. 2026 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ വിശുദ്ധ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ അവിശുദ്ധ ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും അത് ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ ദൈവത്തെ ആരാധിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കുവാനും കഴിയും. രണ്ടാമത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ധാർമ്മികമായി നാം വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ അനുദിനം ജീവിതയാത്ര നയിക്കുക എന്നുള്ളതാണ്. നാം ഇന്ന് പാഠമായി വായിച്ച എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. അതെ, സകല ദുർനടപ്പുകളിൽ നിന്നും വേർപെട്ട ഒരു ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ധാർമ്മികരായി ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ഇച്ചിരി പ്രയാസമേറിയ ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, അധാർമികതകൾ കൊണ്ട് നിറഞ്ഞ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇവിടെ ധാർമ്മികതയുടെ വക്താക്കളായി
ദൈവമക്കളായി നമുക്ക് എങ്ങനെ ജീവിക്കുവാനായിട്ട് സാധിക്കും? 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. നിന്റെ ജീവിതത്തെ നീ ഒന്ന് ക്രമപ്പെടുത്തുമ്പോഴാണ് ധാർമ്മികമായി ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു നേർചിത്രം 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്: വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്. അപ്പോൾ നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ജീവിതയാത്രയിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ നമ്മെ അശുദ്ധമാക്കുന്ന ഏതൊന്നും നാം തൊടാൻ പോലും പാടില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഒരു ദൈവ പൈതലിന്റെ പ്രവർത്തന മേഖലകളിൽ ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് നാം ഇവിടെ പഠിക്കുന്നത്. 24-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം: യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും എന്ന ചോദ്യത്തിന് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ധാർമ്മികമായി വിശുദ്ധി എന്ന് പറയുമ്പോൾ പരമാർത്ഥതയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ധാർമ്മികമായി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. ധാർമ്മിക മൂല്യങ്ങൾ അധമതിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ലോകത്തിൽ പലവിധമായിരിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ഒരു പക്ഷേയെങ്കിലും നമ്മുടെ ഭവനങ്ങളിലും അതിന്റെ വളർച്ചകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ചിലപ്പോഴൊക്കെ നമ്മുടെ മനോഭാവങ്ങളിലും അതിന്റെ സ്വാധീന ശക്തികളുണ്ട്. അധാർമികതയ്ക്ക് വഴിയൊരുക്കുന്ന മദ്യപാനവും മയക്കുമരുന്നുകളും ലഹരിയുടെ ഉപയോഗങ്ങളും ഇവയെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ നിന്നും നാം തുടച്ചു മാറ്റുന്നുവെങ്കിൽ മാത്രമേ ധാർമ്മികമായി ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഇന്ന് പലപ്പോഴും മാനസികമായി അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരാണ് നമ്മിൽ പലരും. ഇല്ലായ്മയുടെ അനുഭവങ്ങൾ, എങ്ങനെ ദൈവവുമായി ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് കഴിയുമെന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ധാർമ്മികരായി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നാം നിലനിൽക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഇവിടെ വചനം സംസാരിച്ചത്. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ യേശു പറയുകയാണ്: അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ദൈവ പൈതൽ എത്തിച്ചേർന്ന സ്ഥലമല്ല, ഒരു ദൈവ പൈതൽ എത്തുവാൻ കൊതിക്കുന്ന സ്ഥലമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 1:7 നമ്മെ പഠിപ്പിക്കുന്നു: യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം പരിശുദ്ധനാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനവും വിശുദ്ധിയിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എബ്രായർ 12:14 ഇപ്രകാരം പറയുന്നു: ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് ഒരു വെല്ലുവിളിയാണ്.
ഈ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തുമാറാകട്ടെ. ആമേൻ.